ഹലോ, നമ്മളിന്ന് പോകുന്നത് ഒരു ഓർക്കിഡ് ഗാർഡനിലേക്കാണ്. അതായത് കോലാലംപൂരിൻ്റെ ഹൃദയത്തിൽ പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗമാണ് ഈ താമാൻ ഓർക്കിഡ്, അതല്ലെങ്കിൽ ഓർക്കിഡ് ഗാർഡൻ എന്ന് പറയാൻ കഴിയും. കാരണം അത്രമാത്രം സുന്ദരമാണ്. നഗരം മുഴുവൻ തിരക്കിലും ശബ്ദത്തിലും മുങ്ങിക്കിടക്കുമ്പോൾ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു പുഷ്പലോകമാണ് ഈ പൂന്തോട്ടം. പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനൊരു ഓർക്കിഡ് ലവറും ഓർക്കിഡ് ഫാനുമാണ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ഞാനും ഒരുപാട് ഓർക്കിഡ് ചെടികൾ നട്ടിരുന്നു. അവരുടെ പൂക്കളുടെ സൗന്ദര്യമൊക്കെ ഒത്തിരി ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. പലതരത്തിലുള്ള ഓർക്കിഡ്, ഡെൻട്രോബിയോ ആകട്ടെ, ഫെനലോപ്സിസോ ആകട്ടെ, വാൻഡി ആകട്ടെ, എല്ലാം എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ എനിക്ക് നശിച്ചു പോയി. എങ്കിൽ പോലും ഞാനിന്ന് നടത്തുന്ന യാത്ര എനിക്കിഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് നടത്തുന്ന യാത്രയാണ്. എനിക്കിഷ്ടമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളെയും കൂടി കൂടെ കൂട്ടുകയാണ് കേട്ടോ. അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണൂ ഈ നമ്മളുടെ മലേഷ്യയിൽ വന്നിട്ടുള്ള ഈ ഓർക്കിഡ് ഗാർഡൻ. ഈ തമാൻ ഓർക്കിഡ് പ്രകൃതിയുടെ മനോഹരിത മാത്രമല്ല കേട്ടോ, ശാസ്ത്രീയമായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു പുഷ്പ സംരക്ഷണ കേന്ദ്രം കൂടിയാണിത്. ഓരോ ഓർക്കിഡിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അവയുടെ വളർച്ച, പരിചരണം, പ്രത്യേകതകൾ എന്നിവയൊക്കെയും സന്ദർശകർക്കായി ഇവർ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. തുടർന്ന് തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ചെറിയ ജലപാതകൾ, ഇരിപ്പിടങ്ങൾ, മനസ്സിനെ ശാന്തമാക്കുന്ന കുളിർമയുള്ള അന്തരീക്ഷം, ഇവയെല്ലാം കൂടി പ്രകൃതിയുടെ ചിറകിൽ വിശ്രമിക്കാനെത്തുന്നവർക്ക് ഒരു വരദാനം പോലെ തോന്നും. കുടുംബമായിട്ട് വരുവാനും സുഹൃത്തുക്കളായിട്ട് നടക്കാനും അല്പം ശാന്തത തേടി ഒറ്റയ്ക്കിരിക്കാൻ പോലും ഇതൊരു മനോഹരമായിട്ട് ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വാരാന്ത്യങ്ങളിൽ ഇവിടെ നിരവധി സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്തിൻ്റെ ആഴത്തിലുള്ള നിശബ്ദത മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഒരു പൂവിൻ്റെ മണം പോലെയുള്ള ഒരു സമാധാനം ഈ പ്രദേശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ ചെന്നാൽ മനസ്സിലാകും. ഈ താമാൻ ഓർക്കിഡ് സന്ദർശിക്കുന്നത് ഒരു സാധാരണ യാത്രയല്ല കേട്ടോ, അത് പ്രകൃതിയുമായിട്ടുള്ളൊരു സംഭാഷണവും കൂടിയാണ്. കാരണം ഞാൻ വന്ന വഴികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിറയെ മരങ്ങളും പച്ചപ്പും കൊണ്ടൊക്കെയാണ്. അതൊരിക്കലും എനിക്ക് ക്യാമറയിൽ പകർത്തിയെടുക്കാൻ സാധിച്ചില്ല. ആ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു ഫോണും അതിൽ വെച്ച് ഞാൻ പകർത്തുന്ന ചിത്രങ്ങളൊക്കെ അതിൻ്റെ സൗന്ദര്യം നിങ്ങളിലേക്ക് ഒരു 10% മാത്രം എത്തിക്കാൻ സാധിക്കുന്നത് മാത്രമാണ്. കാരണം ഞാൻ നടക്കുന്ന വഴികളിലൊക്കെ അത്രമാത്രം പച്ചപ്പും അത്രമാത്രം സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ആണ് നമ്മൾ ഈ താമാൻ ഓർക്കിഡ് ഗാർഡനിലേക്ക് എത്തുന്നത്. ഇവിടെ കാത്തിരിക്കുന്നത് പൂക്കളുടെ ഒരു വലിയൊരു മനോഹരമായിട്ടുള്ള പറുദീസ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഒരുപാട് ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസയിൽ നമുക്കറിയാം, ചെടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഓർക്കിഡ് ചെടികളെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു ഷോ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ നമ്മളൊരു ഗാർഡൻ കാണാൻ വേണ്ടി പോയി, നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാതിരിക്കാൻ സാധിക്കില്ല. അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ അത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും എന്നെ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ഒത്തിരി പൈസ ഞാൻ ചിലവഴിച്ചിട്ട് ഒരുപാട് ഓർക്കിഡ് ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും എൻ്റെ വീട്ടിലത്തെ എല്ലാ ചെടിയും എനിക്ക് നഷ്ടമായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊരു കാരണങ്ങളിലൊന്ന് എൻ്റെ വീട്ടിലത്തുള്ള എല്ലാ ഓർക്കിഡ് ചെടികളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് മോശമായി പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കിഡ് വളർത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, അങ്ങനെ ഓർക്കിഡ് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു ചെടിയല്ല. അത്രമാത്രം ഒരു നിലനിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓർക്കിഡ് പോവുകയുള്ളൂ. ഒരു ഒറ്റ കമ്പുണ്ടെങ്കിൽ പോലും നമ്മളതിന്ന് കുറച്ച് ചകിരിച്ചോറും മറ്റ് ചകിരിയും കുറച്ച് മരത്തിൻ്റെ കരിയൊക്കെ വെച്ച് നമ്മൾ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നാമ്പ് വരും. പിന്നെ അതൊരു ഓർക്കിഡ് ചെടിയായിട്ട് മാറും. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് പൂക്കളൊക്കെ തരും. പക്ഷേ എനിക്കത് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വീട്ടിലത്തെ എല്ലാ ചെടികളും പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഓർക്കിഡ് ചെടികളെക്കുറിച്ച് ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നില്ല. നമുക്കിതൊക്കെ വീണ്ടും ചെയ്യാവുന്ന കാര്യങ്ങളെ അല്ലേ ഉള്ളൂ.
എങ്കിലും പണ്ടത്തെ വീടിൻ്റെ പ്രതാപം, ഓർക്കിഡ് ചെടികൾ കൊണ്ടുള്ള വീടിൻ്റെ പ്രതാപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ചെറിയ സങ്കടം ഉണ്ടോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത്. വീണ്ടൊക്കെ അതൊക്കെ നട്ട് വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 100-ലധികം ചെടിച്ചട്ടികൾ തന്നെ അമ്മ എണ്ണിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയില്ലേ, അത് ഹൃദയത്തെ വല്ലാതെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പൂവും ചെടികളും ഒക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അല്ലേ? നിങ്ങൾക്കും സന്തോഷം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ നരേഷൻസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കോലാലംപൂർ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ താമാൻ ഓർക്കിഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രാ പട്ടികയിൽ ചേർക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവിടെ വന്ന് 1 മണിക്കൂർ ചിലവഴിച്ചാലും മനസ്സിൽ വലിയൊരു സമാധാനവും സന്തോഷവും സമ്മാനിക്കുന്ന സ്ഥലമാണിത്. ഇത് ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ താമാൻ ഓർക്കിഡ് ഗാർഡൻ എന്ന് പറയുന്നത്. എങ്കിലും കുറച്ച് സമയം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്ന് ഈ കാഴ്ച കാണണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രമാണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഒരു ടാക്സി പിടിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ ബൈ.